ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ കീഴിൽ മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം നടന്നു. കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘം മിൽമ സംഘത്തിന്റെ മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഗ്രാമീണ മേഖലയിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പിയാണ് കിള്ളിമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. മിൽമയുടെ ഉൽപ്പന്നങ്ങളായ ഐസ്ക്രീമുകൾ, ജ്യൂസുകൾ, മിൽമ നെയ്യ്, ബട്ടർ, ചീസ്, പാല്, തൈര്, മിൽക്ക് പേടകൾ എന്നിങ്ങനെ എല്ലാ മിൽമ പ്രൊഡക്ട്സുകളും അവൈലബിൾ ആണ്. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ ശ്രീ വത്സൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരെ സഹായിക്കുന്നതിന് നമുക്ക് പാല് മാത്രം വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജനസമൂഹത്തിലേക്ക്, കേരളത്തിലെ സമൂഹത്തിലേക്ക് അതിൻ്റെ തനതായ നൈർമല്യതയോടുകൂടി എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മിൽമ വിവിധ തരം ഉൽപ്പന്നങ്ങൾ കേരള വിപണിയിലേക്ക് സംഭാവന ചെയ്തത്. ഇപ്പോൾ ഏകദേശം 125ഓളം തരം ഉൽപ്പന്നങ്ങൾ മിൽമ വിപണിയിൽ ഇറക്കുന്നുണ്ട്. മിൽമയുടെ ഒരു ഭാഗമായ ഞങ്ങൾക്ക്, ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക്, ക്ഷീര കർഷകരായ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അതിൻ്റെ കവറിൻ്റെ പുറത്ത് എന്താണോ എഴുതി വച്ചിട്ടുള്ളത് അത് തന്നെയാണ് അകത്തുള്ളത്. എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാവുന്നതും യാതൊരു തര മായവും ചേർക്കാത്തതുമായ ഉൽപ്പന്നം ഒരു സാമൂഹ്യ കാഴ്ചപ്പാടോടെ ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മിൽമ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 100% വിശ്വാസ്യത ഉറപ്പു നൽകുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സംഘം വൈസ് പ്രസിഡന്റ് NC ജോർജ് സ്വാഗതം പറഞ്ഞു. സംഘം പ്രസിഡന്റ് CP ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ക്ഷീരകർഷകരെ വളരെ സൗഹാർദ്ദപരമായി കൈനീട്ടി സ്വീകരിച്ച നമ്മുടെ മിൽമയ്ക്ക് എനിക്ക് അഗൈകമായ നന്ദി രേഖപ്പെടുത്താനുണ്ട്. ആ കാലത്ത് ക്ഷീരകർഷകർ പാലും കൊണ്ട് എവിടെ പോയാലും പാലെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ആ മിൽമയുടെ മുമ്പത്തെ ചെയർമാനെ പോയി സമീപിക്കുകയും അവരുടെ ആ ദയാദാക്ഷിണ്യം കൊണ്ട് നമ്മുടെ കർഷകർ പട്ടിണിയിലേക്ക് പോവാതെ ഇവിടെ വന്ന് പാലെടുക്കാനുള്ള സൗകര്യം അന്ന് ചെയ്തു തന്നു. അത് നമുക്ക് ഒരു കാലത്തും മറക്കാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്കൊരു നന്ദി ഉള്ള കാര്യമാണ് അന്ന് മിൽമ നമുക്ക് ചെയ്തു തന്നത്. അതേപോലെ തന്നെ മിൽമയുടെ പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ അത് നമ്മൾ തന്നെ അതിൻ്റെ മിൽമ ഷോപ്പി ഉദ്ഘാടനത്തിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. മെമ്പർമാരിപ്പോൾ പുതിയ ഭരണസമിതി കയറി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിർമ്മല, എറണാകുളം മേഖലാ യൂണിയൻ മെമ്പർമാരായ താര ഉണ്ണികൃഷ്ണൻ, NR രാധാകൃഷ്ണൻ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ P രാമദാസ് കാരാത്ത്, കമ്മിറ്റി മെമ്പർമാരായ CA മുസ്തഫ, PM രമേഷ് കുമാർ, രമേഷ് PG, നാരായണൻകുട്ടി, V പ്രമീള, ശോശാമ, വർഷ V തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കാരണം നമുക്ക് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ചേലക്കരി മറ്റുമൊക്കെ പോയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ട് വരാറുള്ളത്.
എന്തൊരു സാധനമായാലും നമ്മൾ പോയി ചോദിക്കും മിൽമയുടെ പാലുണ്ടോ, മിൽമയുടെ ബിസ്ക്കറ്റ് ഉണ്ടോ, അങ്ങനെ ഓരോന്നും ചോദിച്ചും കൊണ്ട് നമ്മൾ പലയിടത്തും അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിൽ തന്നെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു അവസരം എന്തായാലും നമ്മുടെ സംഘത്തിൽ, ക്ഷീരസംഘത്തിൽ തന്നെ നമുക്കത് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച, അതായത് നമുക്ക് ഇത്തരം ഒരു ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനും നടത്താനും വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കറിയാം പാലുകൊണ്ട് ഈ ഒരു ഉദ്ഘാടനം, ഈ സംരംഭം കുറച്ച് നേരത്തെ നടക്കേണ്ടതായിരുന്നു. പല തടസ്സങ്ങൾ കാരണം കൊണ്ടാണ് അത് ഇത്തിരി വൈകിയത്. എന്തായാലും കിള്ളിമംഗലത്തിന് മിൽമയുടെ ഒരു പ്രോഡക്റ്റുകളെല്ലാം സെയിൽ ചെയ്യുന്ന ഒരു മിൽമ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കാം നമുക്ക്. കാരണം ഒരുപാട് ക്ഷീര കർഷകരുടെ ഉപജീവന മാർഗമായ ഈ പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും മേടിച്ച് സഹകരിച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭം കർഷകരിലേക്ക് തന്നെ എത്തുന്ന ഒരു സംവിധാനമാണ്. ഇപ്പം നമ്മൾ വേറെ എവിടെ എന്ത് സാധനം മേടിച്ചാലും അതിൻ്റെ ലാഭമൊന്നും നമുക്ക് ഇവിടുന്ന് ലഭിക്കില്ല. പക്ഷേ പാല് കൊണ്ടുവന്ന് കർഷകരിലേക്ക് അളന്ന് നിങ്ങൾ ഓരോരുത്തരും മേടിക്കുന്ന ഈ പ്രോഡക്റ്റിൻ്റെ ലാഭം തിരിച്ച് അവരിലേക്ക് തന്നെ എത്തുന്നൊരു ഭാഗമാണ് ഈ ഉൽപ്പന്നങ്ങളുടെ സെയിൽ. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഹോട്ടലുകൾ പുതിയതായി തുറക്കുന്നത് കാണാം. എല്ലാവരും ഓടിക്കേറി ഹോട്ടലിലേക്ക് പോകുന്നു, പുതിയതായ ഹോട്ടലിലേക്ക് പോകും. പിന്നെ കാണുന്നത് എന്താ? ഏറ്റവും കൂടുതൽ ബേക്കറികളാണ്. ഏത് വീട്ടിലും ഇന്ന് ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത വീടില്ല. പണ്ടത്തെ പോലെ വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ചു. വീട്ടിൽ അമ്മമാരായാലും എന്ത് കുട്ടികൾക്കായാലും എല്ലാവർക്കും സാധനമൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിച്ചു. ആരും പുറത്ത് പോയി പണി കഴിഞ്ഞ് വരുമ്പോഴും ഒരു കിറ്റ് ഉണ്ടാവും. ജോലിക്ക് പോയി വരുന്നവരും അവരുടെ ബാഗിലുണ്ടാവും ബേക്കറി സാധനങ്ങൾ. നമ്മളിവിടെ പാലളക്കം വരുമ്പോൾ നമ്മുടെ മിൽമയുടെ ഉൽപ്പന്നം, അതിൻ്റെ ലാഭം നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, അത് ഇൻസെൻറ്റീവായി കിട്ടുന്നു. അത് കിട്ടുന്ന ആ ഉൽപ്പന്നം, അത് നേരത്തെ പറഞ്ഞ പോലെ കവറിന് പുറത്ത് എന്താണോ അത് തന്നെയാണ് ഉള്ളിൽ. മായമില്ലാത്ത നല്ല ഭക്ഷണം, നല്ലത് നമുക്ക് കിട്ടുന്നിടത്ത് നമ്മൾ പോകും. അപ്പോൾ നമ്മുടെ ഭക്ഷണം നമ്മൾ നല്ലത് കിട്ടുന്നത് നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന മാതിരി തന്നെ നമ്മുടെ ഉൽപ്പന്നം നമ്മുടെ വീടുകളിൽ കൊടുക്കാനും വാങ്ങിച്ചു കൊണ്ടുപോകാനും, നമ്മളൊരു വിരുന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ബേക്കറിയിൽ ആശ്രയിക്കുന്നു. നമ്മുടെ നേരത്തെ പറഞ്ഞ 125 തരം ഉൽപ്പന്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിലും നമ്മുടെ അയലംഗങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തതിന് വലിയൊരു മാറ്റം. കുറച്ചു കാലം മുമ്പ് ഈ സൊസൈറ്റിയുടെ ഒരു ഭാഗമാവാൻ നമുക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു അസറ്റ് തന്നെയാണ്. കാരണം കിള്ളിമംഗലത്ത് ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ജനങ്ങളുടെ സഹകരണത്തോടു കൂടി അന്നത്തെ ആളുകൾ നടന്ന് ഷെയർ വിരിച്ച് ഇല്ലെങ്കിൽ ആളുകളെ ചേർത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഈ സൊസൈറ്റി. വളരെ ചെറിയ ഒരു മുറിയിൽ വാടകയൊന്നും കൊടുക്കാതെ അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമുണ്ടായിരിക്കുന്നത്. അതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇതിപ്പോൾ മുന്നോട്ട് പോയി നമുക്ക് ഇത്തരം നമ്മുടെ സ്വന്തമായ സ്ഥലം, അതുപോലെ തന്നെ സ്വന്തമായ ബിൽഡിങ്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സഹകാരികളുടെയും സഹകരണവും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഇനിയും കൂടുതൽ വിപണനം നടത്താനുള്ള സൗകര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആക്കുക എന്ന ലക്ഷ്യം കൂടാതെ തന്നെ ആരോഗ്യപരമായ ഒരു സമൂഹം വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഇതിൽ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളിലെല്ലാം തന്നെ പലതരം ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കളേഴ്സും എല്ലാം ചേർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് വിപണിയിൽ ലഭ്യമാക്കുന്നത്. നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നില്ല. നമ്മുടെ മിൽമ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 2-3 ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുള്ളൂ. പാല്, തൈര്, അല്ലെങ്കിൽ നെയ്യ്, എണ്ണ, ഇത്തരം. പക്ഷേ ഇപ്പോൾ വളരെയധികം പ്രൊഡക്റ്റ്, ഏകദേശം 100-120 പരം ഉൽപ്പന്നങ്ങൾ നമ്മുടേതായിട്ടുള്ള ശ്രേണിയിലുണ്ട്. ഐസ്ക്രീം തന്നെ നോക്കുമ്പോൾ നമ്മുടെ ബേസ് ഫ്ലേവർ ആയിട്ടുള്ള വാനില, സ്ട്രോബെറി, പിസ്ത കൂടാതെ നമ്മുടെ നാട്ടുപഴങ്ങളായ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, പേരക്കയുണ്ട്, കരിക്കുണ്ട്, ചിക്കുണ്ട്. അങ്ങനെ ഒത്തിരി 13ഓളം ഫ്ലേവറുകളിൽ വിവിധ തരത്തിലുള്ള, അതായത് ചെറിയ പാക്കറ്റ് മുതൽ 5 രൂപ മുതലുള്ള പാക്കറ്റ് തുടങ്ങി നമ്മുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വരുന്ന 4 ലിറ്ററിൻ്റെ ബൾക്ക് ഐസ്ക്രീം വരെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മളത് ലഭ്യമാക്കി തരും.
അതുകൂടാതെ ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഷുഗർ ഫ്രീ ഐസ്ക്രീമുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മധുരം കഴിക്കാം, ഒന്നും പേടിക്കണ്ട. അതുപോലെ തന്നെ പേടയുണ്ട്. പേടയിൽ തന്നെ അതിലും വിവിധ ഫ്ലേവറുകളുണ്ട്. ഫ്ലേവറല്ല, അതിലും ചേർക്കുന്നത് ഒറിജിനൽ ക്യാരറ്റ് പേടയുണ്ട്, ചക്കപ്പേടയുണ്ട്, ചോക്ലേറ്റ് പേടയുണ്ട്, അതുപോലെ ഷുഗർ ഫ്രീ പേടയുണ്ട്. നിങ്ങൾക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. CCV ന്യൂസ്, പാഞ്ഞാൾ.